ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സോയ ചങ്ക്സും ഉരുളക്കിഴങ്ങും നല്ല ടേസ്റ്റി ആയിട്ട് വെക്കാം. ആദ്യം അത് കുക്കറിൽ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഉപ്പും മസാലയും ചേർത്ത് വേണം വേവിക്കാൻ. ഇനി ഒരു ചട്ടിയിലേക്ക് എണ്ണ ചൂടാക്കി സവാള വഴറ്റാം. നല്ലോണം അതൊന്ന് വഴഞ്ഞു വരുമ്പോഴേക്കും ഒരു 2-3 പച്ചമുളക് കീറിയത്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്നും മൊരിയേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ നമുക്ക് മഞ്ഞൾ, മുളക് പൊടി, പിന്നെ മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ മസാല. ഇത് നല്ലോണം ഒന്ന് വെന്ത് വരണം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത് ശരിയായി വരുമ്പോഴേക്കും ഉടച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ജസ്റ്റ് എന്താ പറയുക, നല്ലൊരു വഴറ്റി ആ ഒരു മസാലയുടെ ആ ഒരു ടേസ്റ്റിലേക്ക് വരണം. ഇനി അതിന് ശേഷം മാത്രം നമുക്ക് സോയ ചങ്ക്സ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ അത്രയും വേകില്ല. കുക്കറിലിട്ട് നല്ലോണം വെന്ത് വരും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സോയ ചങ്ക്സ് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ വെക്കാം എന്ന് നോക്കി.